ഇപ്പോൾ വയനാട്ടിലേക്ക് കൂടി പോവേണ്ട സാഹചര്യമുണ്ട്. വയനാട്ടിൽ നിന്നും ജോഷില ചേരുന്നു. ജോഷില, വയനാട്ടിന്റെ നിലവിലത്തെ സ്ഥിതി എന്താണ്? ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വയനാട് ഓരോ മഴക്കാലത്തും വളരെയധികം ബുദ്ധിമുട്ടുകൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ അവിടെയുള്ളവർ അനുഭവിക്കേണ്ട സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിലവിലത്തെ സാഹചര്യം അവിടെ എങ്ങനെയാണ്? കനത്ത മഴയുടെ പ്രതീതിയാണോ ഉള്ളത്? സിന്ധൂരി, വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആശങ്കാജനകമായ ഒരു കാലാവസ്ഥയാണുള്ളത്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അത് മാത്രമല്ല, അതിന് മറ്റൊരു കാര്യം, ഈ ഒരു സാഹചര്യത്തിൽ പോലും ജനങ്ങളുടെ ഒരു ജീവിതാവസ്ഥ എന്ന് പറയുന്നത് അതിലേറെ ആശങ്കാജനകമായ കാര്യമാണ്. ഞാനിപ്പോൾ ഉള്ളത് പോയിൽ കോളനിയിലാണ്, തരിയോട് പഞ്ചായത്തിലാണ്. ആ കോളനിയുടെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തോടാണ്, വെണ്ണിയോട് പുഴയോട് ചേർന്ന് ഒഴുകുന്ന തോടാണിത്. ഇത് വെണ്ണിയോട് പുഴയിലേക്കാണ് ഒഴുകുന്നത്. ഇതിൻ്റെ കരയിലെന്ന് പറഞ്ഞാൽ ഇതിനോട് ചേർന്നുള്ള, അതായത് മഴക്കാലമായതോടുകൂടി തോട് കരകവിഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥയിലേക്കാണുള്ളത്. കോളനിയിലെ ഒരു ഭാഗം തന്നെ വളരെ ജനങ്ങളുടെ ഒരു ജീവന് തന്നെ അപായമുണ്ടാക്കുന്ന രീതിയിലാണ്. അത്രയും ഭയാശങ്കകളോടെ കഴിയുന്ന ഒരു ജനവിഭാഗത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കും, നാട്ടുകാരെ കാണാൻ സാധിക്കും. നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ വീടിൻ്റെ ഒരു കര എന്ന് പറയുന്നത്, വീട് തോടും തമ്മിലുള്ള അകലമാണിത്. ഇവിടെ സഞ്ചികളിൽ, ചാക്കുകളിൽ മണ്ണ് നിറച്ച് ഇട്ടിരിക്കുകയാണ്. അതായത് ഇത് ഇടിഞ്ഞു പോകാതിരിക്കാൻ അല്ലെങ്കിൽ വെള്ളം എടുക്കാതിരിക്കാൻ വേണ്ടി തൊഴിലുറപ്പുകാരെ കൊണ്ട് പഞ്ചായത്ത് ഇങ്ങനെ ചാക്കിൽ മണ്ണ് നിറച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെയാണ്, അതായത് ഞാൻ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് വീടുള്ളത്. വീട് ഏത് നിമിഷവും ഇത് എപ്പോൾ കരകവിഞ്ഞ് ഒഴുകും എന്നോ അല്ലെങ്കിൽ അപകടാവസ്ഥയിലേക്ക് പോകുമെന്നോ പറയാൻ സാധിക്കുകയില്ല. 25ഓളം വീടുകൾ ഈ ഒരു തോടിൻ്റെ കരയ്ക്ക് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഭീകരാവസ്ഥ. ഏറ്റവും ആശങ്കാജനകമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ വീട്ടുകാരൊക്കെ കഴിയുന്നത്. തരിയോട് GLP സ്കൂളിലേക്ക് കുറെ കുടുംബങ്ങളെ മാറ്റിയിട്ടുണ്ട്. എന്നാൽ പോലും കുറെ വർഷങ്ങളായി അനുഭവിക്കുന്ന ഈ ആശങ്കയ്ക്ക് ഒരു വിരാമം കാണാൻ പഞ്ചായത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഈ വീട്ടുകാരോട് തന്നെ ചോദിക്കാം. ഏട്ടാ, ഈ ഒരു അവസ്ഥയിൽ ഇത് കുറെ കാലമായോ നിങ്ങൾ അനുഭവിക്കുന്നു? പഞ്ചായത്ത് ഒന്നും ചെയ്തില്ലേ? എന്താണ് പഞ്ചായത്തിൽ പറയുന്നത്? അവര് ഫണ്ടില്ല എന്നാണ് പറയുന്നത്. ഇത് 3-4 കൊല്ലമായി ഇങ്ങനെ ഞങ്ങൾ ദുരിതം അനുഭവിക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം കയറിയാൽ അങ്ങോട്ട് ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് വരെ ഉണ്ടാവും. ഞങ്ങളൊരു ദ്വീപ് സമൂഹത്തിലാണ് ഇപ്പം നിൽക്കുന്നത് തന്നെ. മഴക്കാലമൊക്കെ എങ്ങനെയാ കഴിഞ്ഞു പോകുന്നത്? മഴക്കാലത്ത് ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഉറക്കമില്ല. രാത്രിയിലൊക്കെ എണീച്ചിരിക്കലാണ്. നേരം വെളുക്കുന്നവരെ ഞങ്ങൾ എണീച്ചിരിക്കും. പഞ്ചായത്ത് അംഗമൊന്നും വരാറില്ലേ? വരും, വന്ന് നോക്കിയിട്ട് പോകുന്നല്ലാണ്ട്. ഇപ്പൊ ഇന്ന് രാവിലെയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവര് ഒന്നും ചെയ്യാൻ തയ്യാറായിട്ടില്ല. ചെയ്യാന്ന് പറയുന്നുണ്ട്, ചെയ്യാന്ന് പറയുന്നുണ്ട്, ഇല്ലാന്നും പറയുന്നില്ല. അവർ ചെയ്യാന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് വെച്ചാൽ പേടിയാണ്. ഞങ്ങളിപ്പോൾ 3-4 കൊല്ലമായി അനുഭവിക്കുന്നത്. രാത്രി ഉറക്കില്ല. ഞങ്ങൾ എന്ത് ചെയ്യാം? ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നടപടി ഇതിൽ തരണം. നിങ്ങൾക്ക് പറയാനുള്ള ആവുള്ളൂ. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. 1 സെന്റ് ഭൂമിയിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോകുമായിരുന്നു, അതും ഇല്ലായിട്ടാണ്. ഇതെല്ലാവരും കാണുന്നുണ്ട്. മറ്റു പദ്ധതികളിലൊന്നും ലൈഫ് മിഷൻ ഒന്നും നടപ്പിലാക്കിയില്ലേ ഇവിടെ? അങ്ങനത്തെ ഒന്നും നടപ്പിലാക്കിയില്ല. ഇപ്പോൾ 10 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു പെണ്ണുങ്ങളുടെ പേരിൽ, അതുകൊണ്ട് ഒരു വീട് പാസ്സായി. വീട് എടുക്കുമ്പോൾ ഒന്നും ഇത്രയൊന്നും ഇല്ലായിരുന്നു. പിന്നെ നോക്കുമ്പോൾ തോടി ഇടിഞ്ഞ് വീതി കൂടി. ഇതാണ് നമ്മളെ അവസ്ഥ. ഈ അവസ്ഥ കണ്ടിട്ട് പഞ്ചായത്ത് എന്താ പറഞ്ഞത്? പറഞ്ഞു, നമ്മൾ ചെയ്തു തരാം, പണ്ടില്ലാന്ന് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ കൊടുത്തിട്ട് ഇവിടെ കൊടുത്ത് പറയുന്നുണ്ട്. അവർ പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട്. ഇപ്പം എന്താവോ ദൈവത്തിന് അറിയാം. പഞ്ചായത്ത് ഇപ്പോൾ ആരാ ഭരിക്കുന്നത്? ഇപ്പോൾ കോൺഗ്രസ്. നേരത്തെയോ? അതെ, കുറേ കാലമായി. തരിയോട് പഞ്ചായത്ത് അല്ലേ? എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു? ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് ഇവർ ബുദ്ധിമുട്ടിലാണ്. അതായത് കണ്ണാഞ്ചേരി തോട് ഏത് നിമിഷം ചെറിയ മഴ വരുമ്പോഴത്തേക്കും തോട് നിറഞ്ഞു കഴിയുന്ന അവസ്ഥ. എല്ലാവരെയും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക്, GLP സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ ഇത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുൻപ് ഗവൺമെൻറ് പ്രഖ്യാപിച്ച കഴിഞ്ഞ ഇവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഷെൽട്ടർ ഹോം ഉൾപ്പെടെ ഇവിടെ പാസ്സാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പണി ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അത് എത്രയും പെട്ടെന്നായിട്ട് ഇവരിപ്പോൾ സ്കൂളുകൾക്ക് ബുദ്ധിമുട്ട്. ആ ഷെൽട്ടർ ഹോമൊക്കെ എന്തെങ്കിലും പ്രയത്ന സമയത്ത് താൽക്കാലികമായിട്ടൊക്കെ ആശ്വാസം കിട്ടും. പിന്നെ ഇവരൊക്കെ പുനരധിവസിപ്പിക്കുന്ന മുൻപ് പണ്ട് എടുത്ത് സ്ഥലം എടുക്കലും മൊത്തത്തിൽ തരിയോടായിട്ട് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് ഫണ്ട് പാസ്സാക്കി, അതൊന്നും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അത് ഒരു ബുദ്ധിമുട്ടാണ്. ഇവരെയൊക്കെ ശരിക്കും ഇവിടെ നിന്ന് പൂർണ്ണമായിട്ടും വേറൊരു സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്കൊക്കെ ആവശ്യപ്പെടാനുള്ളത്. ഇതിനകത്ത് വെച്ചാൽ എല്ലാ വർഷവും ഇതേപോലെ വെള്ളം പൊങ്ങുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും ഗവൺമെൻറ് സ്കൂളിലേക്ക്, ഈ 2 സ്കൂളുകളിൽ ഇവിടേക്ക് മാറ്റും. ശാശ്വതമായ പരിഹാരം ഒരു കാര്യങ്ങൾക്കും ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞാൽ ഇതെന്താണെങ്കിലും വെള്ളം പൊങ്ങും. മഴ നല്ല ശക്തിയായ മഴ പെയ്ത് വെള്ളം പൊങ്ങും, എല്ലാവരും മാറ്റിപ്പാർപ്പിക്കണമെന്ന് ഇവിടുത്തെ എല്ലാ ഭരണാധികാരികൾക്കും അറിയാം. പക്ഷേ ഇത് മാറ്റിപ്പാർപ്പിക്കാൻ ആ സ്കൂളുകളിലെ ക്ലാസ്സുകൾ കളഞ്ഞിട്ട് ഇതിനൊരു സംവിധാനം എടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം.
സിന്ധൂരി, ഇതാണ് ഇവിടുത്തെ കാഴ്ച. ആര് കണ്ടാലും പേടി തോന്നുന്ന ഒരു കാഴ്ചയാണ്. ഇത്രയധികം വലിയ ഒഴുക്കോടുകൂടി ഒരു തോട് കര കവിഞ്ഞൊഴുകുന്നു. ആ കാണുന്ന ചെറിയൊരു ഭാഗം വരെ നേരത്തെ തോടുണ്ടായിരുന്നുള്ളൂ എന്നാണ് വീട്ടുകാർ പറയുന്നത്. പിന്നീട് ഈ കര കവിഞ്ഞൊഴുകി ഇവിടേക്ക് വീടുകളുടെ അടുത്ത് വരെ, ഈ അതിർത്തി വരെ എത്തിയിരിക്കുന്നത്. വീട് തന്നെയാണ്, വീടിലേക്ക് തന്നെ കയറുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നിട്ട് പോലും പഞ്ചായത്ത് ഒരു നടപടി എടുക്കുന്നില്ല. ഇവരെ സുരക്ഷിതമായി പാർപ്പിക്കാനുള്ള ഇത്രയും വർഷങ്ങളായി തരിയോട് പഞ്ചായത്ത് 10-20 വർഷമായി UDF ഭരിക്കുന്ന പഞ്ചായത്താണ്. എന്നാൽ ഇത്രയും കാലം സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളൊന്നും തന്നെ ഇവിടേക്ക് നടപ്പിലാക്കുന്നില്ല. ലൈഫ് മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നില്ല. അങ്ങനെ ഫണ്ടില്ല എന്ന് വെറുതെ ആളുകളോട് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. മറ്റെല്ലാ സ്ഥലങ്ങളിലും ഈ ലൈഫ് മിഷൻ പദ്ധതിയൊക്കെ വളരെ വിജയകരമായി പോകുമ്പോൾ, ആളുകളെ മാറ്റി പാർപ്പിക്കുമ്പോൾ, നല്ല വീടുകൾ എടുക്കുമ്പോൾ, തരിയോട് പഞ്ചായത്തിലെ ഈ കോളനിയിൽ മാത്രം ഈ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. എല്ലാ മഴക്കാലത്തും ആളുകൾ വളരെ പേടിച്ച് അല്ലെങ്കിൽ ഭയാശങ്കകളോടുകൂടി നിൽക്കേണ്ട അവസ്ഥ, ഉറക്കൊഴിഞ്ഞു നിൽക്കേണ്ട അവസ്ഥ, രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വലിയ ഒഴുക്കോടുകൂടിയാണ്, ശക്തമായ ഒഴുക്കാണ്. വെണ്ണിയോട് പുഴയിലേക്ക് ചേരുന്ന ഈ തോട് ശക്തമായി ഒഴുകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇത് തന്നെയാണ് ഈ ഭാഗത്തുള്ള എല്ലാവരും, ഈ കോളനിയിലുള്ള എല്ലാവരും ഞങ്ങളോട് വന്നപ്പോൾ മുതൽ പങ്കുവെച്ച കാര്യമാണ്. എന്തായാലും GLP സ്കൂളിലേക്ക് ഇവരെ മാറ്റുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. 28 കുടുംബങ്ങളെ അവിടേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ, മറ്റ് കോളനികളിൽ നിന്നൊക്കെയായി. ഈ കോളനിയിൽ നിന്ന് കൂടിയാണ് ഇനി മാറ്റേണ്ടതുള്ളത്. സിന്ധൂരി.